ആരെങ്കിലും പെരയില് ഒരാളെ കമ്മി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. നിങ്ങൾക്ക് രാവിലെ ഒരു ചപ്പാത്തിയും ഇറച്ചിക്കറിയും, ഉച്ചയ്ക്ക് ബിരിയാണി ഒന്നും കുഴപ്പമില്ല, രാത്രി കുഴിമന്തി അൽഫാമും എനിക്ക് കിട്ടണം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നനച്ചുളി അതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നിങ്ങളെ പേരത്ത് നനച്ചുളി കഴിഞ്ഞില്ല എന്നൊക്കെ ഒന്ന് അറിയിച്ച്. പിന്നെ ഞാൻ ഇവിടെ ഒരു പണി എടുക്കലില്ല എന്നാണ് എൻ്റെ സ്വന്തം നബീസാൻ്റെ എൻ്റെ തള്ള. അതാണ് എൻ്റെ ഉമ്മാൻ്റെ ഒരു അവകാശം. ഞാൻ ഇവിടെ ഒരു പണി എടുക്കലില്ല. ഈ സ്റ്റൂളടക്കം ഞാൻ ഇവിടെ കൊടുന്നിട്ടിന് എത്ര ഗതിയുണ്ട്. നിങ്ങളെ നനച്ചുളിയൊക്കെ കഴിഞ്ഞില്ല, എൻ്റെ കാര്യത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം നാളെ നോമ്പ്, എല്ലാവരും നല്ലതീ നോമ്പ് നോക്കുക. ചട്ടി നോമ്പ് ആരും എടുക്കരുത്. നോമ്പ് നോക്കണം എന്ന് പറഞ്ഞാൽ പീടിയിൽ പോയി വെള്ളം കുടിച്ചാൻ പാടില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് നോക്കണം. ഞാൻ അങ്ങനെ ഇല്ല ഒരാളാണ്, മൊത്തമായിട്ട് നോക്കണ ആളാണ്. അമ്മ ചിരിച്ചിട്ടുണ്ട്. പണ്ട് പോയി മാങ്ങന്ന പോലെ കഥയൊന്നും പറഞ്ഞില്ലല്ലേ. എല്ലാവരും നല്ലതീ നോമ്പ് നോക്കുക. പടച്ചോനെ നമ്മളെ മേലെ നിന്ന് കാണുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ നോമ്പ് നോക്കുക. മേലെ തേങ്ങ ഉണ്ട് നോക്കിക്കോ. നിങ്ങളെ പേരിത്തെ നനച്ചുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ ഇതാണ് 9048. ബാക്കി ഒന്ന് നോക്കട്ടെ, എനിക്കറിയില്ല. 9048 66 11 54. ഒന്നും കൂടി പറയണേ, 9048 66 11 54 കേട്ടോ. ഇതിക്ക് വിളിക്കുക. നിങ്ങൾ പൈസ ഒന്നും തരണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. പറയണേ, ഈ കുപ്പായിട്ട് കണ്ട് വീഡിയോസ് നിൽക്കണ്ട, കറുപ്പ് കുപ്പായിടാം. അപ്പൊ മാറ്റി വരാം കറുപ്പ് കുപ്പായ. പിന്നില്ല, ഈ നമ്പർ സത്യൻ്റെ നമ്പർ തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടൂല, പക്ഷെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എന്നിട്ട് മെസ്സേജിന് സ്ഥലവും അഡ്രസ്സൊക്കെ വിട്ടെന്നാൽ മതി, ഞാൻ വരണ്ട്. അപ്പൊ ഗൈസ്, കുപ്പായം മാറ്റി വരുന്നേക്കണ്. കുപ്പായം എന്ന് പറഞ്ഞാൽ കറുപ്പ് കുപ്പായം എനിക്കൊരു ആയക തന്നെയാണ്. ഞാൻ പിന്നെ ചൊറുക്കല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ. ഞാൻ ചെറുക്കുണ്ടോ ചെറുക്കില്ല ഒന്ന് കമന്റ് ചെയ്തത്. പിന്നെ എൻ്റെ മുടിൻ്റെ കാര്യം, പിന്നെ നാട്ടുകാർ മൊത്തം പറയണാണ് മുടി വളർത്തിട്ട്. എങ്ങനെയുണ്ട്, രസമല്ലേ? ചക്കര ചുണ്ടിൽ രസമില്ല. നിങ്ങൾ രസം ഉണ്ടെന്ന് കമന്റ് ചെയ്തട്ടോ. നിന്നാ മുടി രസമില്ല, ഓക്ക് ഇഷ്ടമാണ്. ഗൈസ്, വള്ളത്തിന് കൊണ്ടുപോയിട്ട് കേക്ക് ആവും. അത് കേൾക്കുകയാണ് ഗൈസ്, കേൾക്കുക. വള്ളംകളി വെച്ചാൽ നമ്മളെ വള്ളത്തിന് ശാപമൊന്നുമില്ല നബീസ. നിന്നെ മനസ്സിലാക്കട്ടെ. അപ്പൊ ഗൈസ്, ഇത് കേൾക്കാണ്ട് എന്നെ കൊണ്ട് തജ്ജനാവുന്നത് മൊത്തം കാര്യം കേൾക്കാന് ഞാൻ ഇവിടെ ഒരു എല്ലാ പണി എടുക്കാനാണ്. പക്ഷെ ഇത് ഒറ്റയ്ക്ക് എനിക്ക് കഴിയുമെന്നാവോ. ഞാനൊരു 10 രൂപ ആൾക്കാരെ കൂട്ടണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമില്ല ആൾക്കാർ, പെരീക്ക് വരാൻ താല്പര്യമില്ല ആൾക്കാർ ഒരു നമ്പർ കമന്റിൽ ഇടുക. ഞാൻ വിളിച്ചുകാണ്ട് ചോദിച്ചോണ്ട് കേട്ടോ. ഞാൻ നാളെ നോമ്പ് എല്ലാവരും നോക്കണം കേട്ടോ. നോക്കിയെങ്കിൽ പെരീക്ക് ഇവിടെ ചോറുണ്ടാവും. അപ്പോൾ വെച്ചോണ്ട് ചോറും തക്കാളി കറിയും അപ്പോൾ വെച്ച ഇപ്പൊ കുടിച്ചടാ. നമുക്ക് വെള്ളം പാർന്നാലോ, കാര്യം ചോദിക്കാണ്. ഇജ്ജടി മേടിച്ചിട്ട് കിട്ടാ. ഇജവിടെ പോയി അവിടെ ചെടികളൊക്കെ നനച്ചാളടാ. അവിടെയൊക്കെ നല്ല വെള്ളം തട്ടിക്കോട്ടെ. അവിടെ അതൊക്കെ പ്ലാവൊക്കെ നനച്ചോ? ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ ആദ്യം ഉറക്കട്ട് പോകുന്നു കണ്ട്. നോക്കട്ടെ, ഞാൻ ഉണങ്ങിയ എത്തുകൾ വന്നാണല്ലോ ഞാൻ കുളിച്ചിക്കാണ്ടേ. എന്താ വെള്ളം മാറി ഞാൻ ഉണങ്ങിയ തുണിത്തുകാർ ചെയ്താണല്ലോ ഇപ്പത്.
ആ ചൂടാല്ലേ ഓ ഇത് ഞാൻ അപ്പൊ ഈ പെരിന്ന് ഇറങ്ങാൻ ആരെങ്കിലും പെര ഉണ്ടെങ്കിൽ അവിടെ പറയുന്നിട്ട് അവിടേക്ക് വരാനെന്ന് വീട്ടുവാ ഇതിന്റെ തുണി ഇട്ടുന്ന ഒരു ഒന്നിന് തുണി ഇട്ടുന്ന അക്ക ഇതിന് വെട്ട ഞാൻ പാടി തെറ്റാ ഞാൻ ഇത് വാ ഞാൻ തന്നെ നന്നാക്കി തയ്ക്കാം ഒഴിഞ്ഞു നോക്കണ്ട ഇത് വരും കണ്ട് മുങ്ങാടി ഇന്ന് പെരി ആരെങ്കിലും പെരി കുളിക്ക് ഞാൻ ഈ പെരി ഇരുന്നിട്ട് മറ്റേ എന്തപ്പോ ചൈൽഡ് ലൈനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകണേ പിന്നെ ഈ പരിപാടിയൊക്കെ കാട്ടുന്ന കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇന്നൊന്ന് രക്ഷിക്കും ഞാൻ തോന്നുന്നുണ്ട് അതൊക്കെ മുറിയൊക്കെ കാണിച്ചെടുത്താ അത് ചോദിച്ചു. ഹലോ ഗൈസ്, ആരെങ്കിലും പെരിയിൽ ഒരാളെ കമ്മി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എനിക്ക് രാവിലെ ഒരു ചപ്പാത്തിയും ഇറച്ചിക്കറിയും, ഉച്ചയ്ക്ക് ബിരിയാണി തന്നെ കുഴപ്പമില്ല, രാത്രി കുഴിമന്തി അൽഫാം എനിക്ക് കിട്ടണം. അങ്ങനെ ആരെങ്കിലും താല്പര്യമില്ല ഒരു കമൻറ്റിൽ അയക്കുക. ഞാൻ എൻ്റെ നമ്പർ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ വിളിച്ചോണ്ട് വരും. ആ നമ്പർ അയക്കണവർ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ചിലപ്പോൾ നമ്പർ കിട്ടൂല. നമ്പർ ഞാൻ വേറെ നമ്പർ ഇല്ലാത്തവർ നിങ്ങൾക്ക് ചെയ്തോ മനസ്സിലായി കുളിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് കാണിച്ചത്. സീൻ ഗൈസ്, സാരിപ്പ പുറത്താണ്, വീടിന്റെ പുറത്താണ്. ഇനി ഓന്റെ എന്താണ് നനച്ചുളിപ്പണി സെറ്റ് ആയിട്ടുണ്ട്. ഞാനറിയില്ല, ഞാൻ പെരന്റെ മേലെ കിടക്കുന്ന. ഞാൻ പോട്ടെ, ഞങ്ങളപ്പ പോയി. ടാറ്റാ ബൈ ബൈ, കത്തം വരറിയുവാ സാനുപ്പ വിട്ടോടാ. ഗായ്സ്, നമ്മുടെ സാനിപ്പ എങ്ങോട്ടാണ് പോയിന്, പോയി നോക്കാം. ചെക്കൻ പാവാണ്. എവിടെ നോക്കട്ടെട്ടാ, അതിൻ്റെ അവസ്ഥ നമുക്ക് പിടിക്കാം. എവിടെ അതാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുക. അതിക്കിഞ്ഞ് ഇവിടെ കേട്ടോ ലൈഫ്. ഇവിടെ അടിപൊളിയല്ല, പെരണീങ്കാട്ടി സുഖയ്യ. അവിടെ ഉണ്ട്, കടന്നുറങ്ങിക്കണോന്നു വെച്ചു. പോരെ ഉറങ്ങിക്കണോന്നു എനിക്കറിയില്ല കേട്ടോ. നനച്ചുള്ളി സെറ്റായില്ല, നനച്ചുള്ളി തുടങ്ങല്ലേ. എന്റെ പുതിയാപ്പള സീനാക്കിയ നബിയ. ഈ വടി തിരിച്ചടിക്കാല്ല, എന്നിട്ട് എന്തെങ്കിലും ചെറുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുന്ന ഇതിട്ട് ഇങ്ങനെ അടിച്ച് ഒഴിവാക്കാതിയാണ്. ഈ പെരിയൊക്കെ എങ്ങനെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി നനച്ചൂലും കുളിച്ചൂലും പരിപാടി ഒന്നുമില്ല. നനച്ചൂലും എടുത്തുകാണ്ട് ലാസ്റ്റ് നീയാതെ കാരണം പെരിന്ന് പുറത്താവേണ്ട അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ചോദിച്ചില്ല, ഞങ്ങളെ പെരിക്കാരിൽ ഒരാൾ കുറവുണ്ട് വരണമെന്ന്. ഞാൻ വരും. ഒരു സൽഗുണനെ ഉള്ളൂ, സമ്പന്നനായിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ആവൂലെന്ന് എനിക്കറിയാം.
പഠിച്ചവൻ്റെ എജ്ജിലാണ്. അപ്പോൾ ഗൈസ് ഇനി നാണിച്ചൂടെ പരിപാടി ഞാൻ നിർത്തി പോവുകയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എത്രയും കഷ്ടപ്പെടുത്തി ഒരു ലൈക്ക്, ആ മൂലക്കിൽ ഒരു ലൈക്ക് അടിച്ചാൽ മതി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ രസമായില്ലേ, നിങ്ങൾക്ക് വേണ്ടി രസമാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തായി. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം ഓനെ പെരുകി കയറ്റിക്കാളി, എല്ലാവരും കമൻറ്റ് ചെയ്താൽ കയറ്റിക്കാരം. അപ്പോൾ ഞാൻ ചത്തിയില്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ബൈ.